ഇറ്റ്സ് മീ ഷൈലാസ് ഫ്രം കൂഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്ന ഒരു എന്താ പറയുക കോട്ടൺ ടൈപ്പിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക. എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DTDCയും പോസ്റ്റൽ സൗകര്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഉള്ള നോക്കി സെലക്ട് ചെയ്യുക കേട്ടോ. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് ഇല്ല, ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്നതാണ്. പക്കാ പാകിസ്ഥാനി അല്ല, പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ലെവലിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റ് ആയിട്ട് വരുന്നൊരു പീസാണ്. 890 ആണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. 7 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡിസ്പാച്ചിങ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് വൺ വന്നിട്ട് യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്. യെല്ലോ എന്ന് പറയുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു യെല്ലോ കേട്ടോ, ഭയങ്കര ബ്രൈറ്റ് യെല്ലോ അല്ല. അതിലേക്ക് ഇത് സംഭവം കുറച്ചൊരു ഫ്ലോറൽ പ്രിന്റ്, പക്ഷെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. മെറ്റീരിയലിനെ കാണുന്നതിൽ ലുക്ക് സ്റ്റിച്ച് ചെയ്തിരുന്ന സമയത്താണ്. നല്ല കോട്ടണിൽ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് വരുന്നത്. ടോപ്പ് ലെങ്ത് നമുക്കൊരു 47 ഒക്കെ ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ എക്സ്ട്രാ ലെങ്ത് ആയിട്ടല്ല, എനിക്കതൊരു ഭംഗി തോന്നി. ഇങ്ങനെ ഇതിൽ കോൺട്രാസ്റ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഞാനൊരു എക്സ്ട്രാ ഒരു ബോർഡർ പോലെ, പാകിസ്ഥാനിക്ക് നോർമലി അങ്ങനെ വരാറുണ്ടല്ലോ, ഒരു എക്സ്ട്രാ ആഡിങ്സ് എന്തെങ്കിലും വന്നാൽ പാകിസ്ഥാന്റെ ഒരു എക്സാക്ട് ലുക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോട്ടത്തിന്റെ ദുപ്പട്ടയുടെ കോൺട്രാസ്റ്റ് ഷെയ്ഡ് ടോപ്പിന്റെ അടിയിലേക്ക് കൊടുത്ത് ഒന്നും കൂടെ നമുക്ക് ഭംഗി ഉണ്ടാവും. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പൊ കോട്ടനാണ് ലൈനിങ് ഇതിലേക്ക് ബെസ്റ്റ് ആയിരിക്കുക. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ആണ്. നെക്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എംബ്രോയിഡറി പാറ്റേൺ വരുന്നുണ്ട് നെക്ക് പീസിൽ കേട്ടോ. ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് വരുന്നത്. 4XL സൈസ് ആയിരിക്കും. സ്ലീവിന്റെ മെറ്റീരിയൽ സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ദുപ്പട്ട വരുന്നത് മിക്സിംഗ് ഉണ്ട് കേട്ടോ. പക്ക പ്യുവർ കോട്ടൺ അല്ല, ചെറിയൊരു മിക്സ് വരുന്നുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാവുമ്പോൾ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ മറ്റു നമ്മൾ കോട്ടന്റെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എന്താവും, നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ ഈ ഒരു റേഞ്ചിലാവുമ്പോൾ പെട്ടെന്നൊരു അങ്ങോട്ട് പഴയൊരു ഫീൽ വരും. പക്ഷെ ഇതാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും പ്രോബ്ലംസ് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ദുപ്പട്ട മറ്റത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷ്രിങ്ക് ആയിട്ടൊരു ഇതാവുമല്ലോ. അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും, അത്ര ബ്രൈറ്റ് യെല്ലോ അല്ല, നല്ലൊരു യെല്ലോ ആണ് കേട്ടോ. വിത്ത് ഒരു എന്താ പറയാ ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കോഫി ഷെയ്ഡ്. ആ കോഫിയിലേക്ക് ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന എംബ്രോയിഡറി വർക്കും ദുപ്പട്ടയിലേക്ക് കോൺട്രാസ്റ്റ് ഷെയ്ഡും അത് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് നെക്ക് പാറ്റേൺ വരുന്നത്. നെക്ക് ഡീറ്റെയിലിംഗ് കുറച്ച് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ദുപ്പട്ടയിൽ ബേക്കഡ് ഓറഞ്ച് അല്ല സോറി, പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ബേൺഡ് ഓറഞ്ച് ഇതിൽ കണ്ടു. നല്ല ഡീപ്പ് കോഫിയാണ്. ടോപ്പ് ഇങ്ങനെയാണ് വരിക. 47 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഒരു ബേൺഡ് ഓറഞ്ചോ അല്ലെങ്കിൽ ഈ ഒരു ബീട്രൂട്ട് ഷെയ്ഡോ കൊടുത്തിട്ട് ടോപ്പിന്റെ ലോവർ ഏരിയയിൽ ആ ഒരു ബോർഡർ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 49-50 ഒക്കെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ലെങ്ത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതാണ് സ്ലീവ് ഏരിയ വരെ 4XL സൈസ് ഉണ്ടായിരിക്കും. സെയിം ഡിസൈൻ തന്നെ ബാക്ക് ഏരിയയിലേക്ക് ഉണ്ട്. നെക്കിന്റെ ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ ഒഴികെ ബാക്കിയെല്ലാം ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം ആണ്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നെക്ക് വർക്കാണ് വരുന്നത്. കോഫി ഷെയ്ഡിൽ വരുന്ന ബോട്ടം കേട്ടോ. അതുപോലെ ദുപ്പട്ട വരുന്നത് ഞാൻ പറഞ്ഞല്ലോ പക്ക കോട്ടൺ അല്ല, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കോട്ടൺ ആണ്. അങ്ങനെ വരുമ്പോൾ എന്താ പറയാ, നമ്മൾ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ കോട്ടൺ ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കോട്ടൺ നല്ല കോട്ടൺ ആണ് കേട്ടോ. 890 അടിപൊളി റേറ്റ് ആണ്. അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു കോമ്പിനേഷൻ ആണ്. കോഫി, ബേൺഡ് ഓറഞ്ചും ബീട്രൂട്ട് ഷെയ്ഡും കൂടെ വരുന്നത്. അടുത്തത് വരുന്ന ഒരു ഗ്രീൻ കളറാണ്, ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ഭയങ്കര ഡാർക്ക് അല്ല, പീകോക്ക് ഗ്രീൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഗ്രീനാ വരുന്നത് കേട്ടോ. അങ്ങനെ മിക്സ് ആയിട്ട് വരുന്നതാണ്. പക്കാ ഡാർക്ക് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ടോപ്പ് വരുന്നത് 47 ആണ് ലെങ്ത്. 4XL സൈസ് ഉണ്ടായിരിക്കും. ബോട്ടം പ്ലെയിൻ, ഇതുപോലെ പ്ലെയിൻ ആയിട്ടുണ്ടായിരിക്കും. ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം ഡിസൈൻ ആണ്. ഈ നെക്കിന്റെ പാറ്റേണിൽ മാത്രമാണ് ഡിഫറൻസ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇതാണ് നെക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് വരുന്നത്. പിന്നെന്താ, നമുക്കപ്പോൾ ഇതിന് ദുപ്പട്ടയുടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യാം. ടോപ്പിന്റെ ലോവർ ഏരിയയിലേക്ക് ഒന്നും കൂടെ ഭംഗി കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ ലേസ് ആയാലും വെക്കട്ടെ. അപ്പോൾ വൈറ്റ് ഷെയ്ഡ് ലേസോ അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡിലുള്ള ലേസോ ഒക്കെ വെച്ചാൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട നല്ലൊരു ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് വരുന്നത്. വിത്ത് അതിലേക്ക് ഈ ഒരു ഇതിലൊക്കെയുള്ള വർക്കും വരുന്നുണ്ട് കേട്ടോ, പ്രിന്റ് വരുന്നുണ്ട്. ഇതാണ് തേർഡ് കളർ വന്നിട്ട്. നെക്സ്റ്റ് ഫോർത്ത് വൺ വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത്. ഡീപ്പ് ബ്രിക്ക് റെഡ് ഷെയ്ഡിലേക്ക് നല്ല ഷെയ്ഡിൽ വരുന്ന നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയുടെ കളർ ഞാൻ പറഞ്ഞുതരാം, ഓപ്പൺ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതാണ് ഫ്രണ്ട് വരുന്നത്. ബാക്ക് പോർഷൻ സെയിം തന്നെ, നെക്കിന്റെ പാറ്റേൺ ഇല്ല. 4XL സൈസ് ഉണ്ടായിരിക്കും. 47 ആയിരിക്കും ടോപ്പ് ലെങ്ത് വരിക കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം. ദുപ്പട്ട ഇതിനൊരു മിക്സ് ഞാൻ പറയല്ലോ, മിക്സിങ് വരുന്നുണ്ട്. ദുപ്പട്ടയുടെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ അല്ലെങ്കിൽ ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. ഒലിവ് ഗ്രീൻ ആണ്
കോമ്പിനേഷൻ വരുന്നത്. ഓക്കെ, മെറ്റീരിയൽ കാണുന്നതിൽ ഞാൻ പറഞ്ഞു വീണ്ടും എടുത്ത് പറയാം, കാരണം സ്റ്റിച്ച് ചെയ്തിട്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. മെറ്റീരിയൽ കാണുമ്പോൾ അത് അധികം പാകിസ്ഥാനി അങ്ങനെ തന്നെ ആയിരിക്കും, കാണുന്നതിനേക്കാളും സ്റ്റൈല് അത് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണ്. അടുത്തത് വരുന്നൊരു വയലറ്റ് കളറാണ്. വയലറ്റിലേക്ക് നല്ലൊരു പിങ്ക് കളറിലും പീച്ച് കളറിലൊക്കെ വരുന്നൊരു ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് നെക്ക് ഏരിയയിലേക്ക് വരുന്നത്. 47 ആയിരിക്കും ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കുക, 4XL സൈസ് ഉണ്ടായിരിക്കും. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം പ്രിന്റിൽ വരുന്നതാണ്. ബോട്ടം വരുന്നത് വയലറ്റ് ഷെയ്ഡിലുള്ള കോട്ടൺ ബോട്ടം. അതിലേക്ക് കോമ്പിനേഷൻ കളർ വരുന്നത് ഒരു ചിക്കു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വയലറ്റും ചിക്കു കളറും കൂടെ വരുന്ന കോമ്പിനേഷൻ. അതിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, പല ഷെയ്ഡുകൾ, പിങ്ക് കളറ്, ഗ്രീൻ കളറിലൊക്കെ ഉള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് 4th ആണോ 5th ആണോ? 5th വൺ. ഓക്കെ, അടുത്തത് വരുന്ന നല്ലൊരു ഷെയ്ഡാണ്, ഒരു മെഹന്തി ഗ്രീൻ ആണ്. മെഹന്തി ഗ്രീനിലേക്ക് നല്ലൊരു ഭയങ്കര കുത്തുന്ന ഓറഞ്ച് അല്ല, ഒരു ക്യാരറ്റ് ഷെയ്ഡിലൊക്കെ വരുന്ന, അല്ല കുറച്ച് നോർമൽ ഓറഞ്ച് ആണ്, ക്യാരറ്റ് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, നോർമൽ ഒരു ഓറഞ്ച് കളർ, ഭയങ്കര കുത്തുന്നതല്ല കേട്ടോ. അപ്പൊ ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത്. 47 ആയിരിക്കും ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കുക. അതുപോലെ 4XL സൈസ് ഉണ്ടായിരിക്കും കേട്ടോ. ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം ഡിസൈൻ ആണ് വരിക. ഓക്കെ, നെക്കിന്റെ ഏരിയ ഇതുപോലൊരു ഡീറ്റെയിൽഡ് എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്ക് പാറ്റേണിന്. ബോട്ടം ടോപ്പ് നല്ല അടിപൊളി കോട്ടൺ ആണ്. ദുപ്പട്ട വരുന്ന ചെറിയൊരു മിക്സിങ് വരുന്നുണ്ട്, പക്ഷെ നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് എന്താവില്ല, ഷ്രിങ്ക് ആയിട്ട് നാശാവില്ല. നമ്മൾ പെട്ടെന്ന് 1-2 വാഷ് ചെയ്യുമ്പോഴേക്ക് ചിലത് പെട്ടെന്ന് അങ്ങോട്ട് ദുപ്പട്ട ഡള്ളായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് അങ്ങനത്തെ ഒരു റീസൺ വരില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. അടുത്തത് വരുന്നത് നല്ലൊരു പേർപ്പിൾ കളറിൽ വരുന്നതാണ്. പേർപ്പിൾ കളറിലേക്ക് നല്ലൊരു പിങ്ക് കളർ, പീച്ച് കളറൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇതാട്ടോ വരുന്നത്. ഞങ്ങളുടെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഫുൾ നെക്ക് പാറ്റേൺ ഒക്കെ നല്ല രസമായിട്ടുണ്ട്. ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം ഡിസൈൻ ആണ്. 47 ആയിരിക്കും ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കുക, 4XL സൈസ് ഉണ്ടായിരിക്കും. ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടൺ ആണ് കേട്ടോ, നല്ല കോട്ടൺ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത്. അതിലേക്ക് ദുപ്പട്ട നല്ലൊരു ആഷ് കളറിൽ കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ. സെന്റർ പാർട്ട് ആഷ് കളറിലാണ് വരുന്നത്, വിത്ത് നല്ലൊരു പീച്ച് കളർ, പിങ്ക് കളറൊക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്നതാണ്. അപ്പൊ ഇതാണ് ഒന്ന് വരുന്നത്. ലാസ്റ്റ് തൊട്ട് മുന്നുള്ള ലാസ്റ്റ് വണ്ണ് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. നല്ല ഒരു നേവി ബ്ലൂ കളറിലേക്ക് നല്ല പീച്ച് കളറും പിങ്ക് കളറൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലോറൽ വർക്ക്. അതിലൊരു കോമ്പിനേഷൻ കളർ വരുന്ന നല്ലൊരു പേസ്റ്റൽ പിങ്ക് അല്ലെങ്കിൽ ആണിയൻ പിങ്ക് എന്നൊക്കെ പറയുന്ന ഷെയ്ഡാണ് കോമ്പിനേഷൻ കളർ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ അത് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. 7 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡിസ്പാച്ചിങ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്കും ബൈ.